പത്തനംതിട്ട പമ്പ നദിയിൽ ഒഴുക്കിൽപ്പെട്ട 3 മരണം. റാന്നി ചന്തക്കടവിലാണ് അപകടമുണ്ടായത്. പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, മകൾ നിരഞ്ജന, സഹോദരന്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഒരു കുടുംബത്തിലെ 3 പേർ റാന്നി മുണ്ടപ്പുഴ ചന്തക്കടവിന് സമീപമുള്ള പമ്പാ നദിയിൽ കുളിക്കുന്നതിന് വേണ്ടി എത്തിയത്. തുടർന്നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇവരെ 3 ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. റാന്നി പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, മകള് നിരഞ്ജന, സഹോദരന്റെ മകൻ ഗൗതം എന്നിവർ 3 പേർ കൂടിയാണ്. 4 പേര് കുടുംബത്തിലെ 4 പേര് ഈ പമ്പാ നദിയുടെ തീരത്തേക്ക് എത്തിയിരുന്നു. അതിൽ 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇവർ കുളിക്കുന്നതിന് ഈ നദിയിലേക്ക് ഇറങ്ങുകയും അതിന് മുൻപായിട്ട് തുണി നനയ്ക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അതിനിടയിലാണ് 3 പേരും അപകടത്തിൽപ്പെടുന്നത്. ഗൗതമാണ് ആദ്യം ഒഴുകിൽപ്പെടുന്നത്. അതിനുശേഷം ഗൗതമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അനിൽകുമാർ ശ്രമം നടത്തുകയും തുടർന്ന് അനിൽകുമാർ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ഇത് കണ്ടോട്ട് നിന്ന നിരഞ്ജനയും തുടർന്ന് ഈ ഒഴുക്കിൽപ്പെട്ടു. ഈ സമയത്ത് ഈ പരിസരത്ത് പമ്പാ നദിയുടെ പരിസരത്ത് ആളുകളുണ്ടായിരുന്നു. ഇവർ ഉടൻ തന്നെ ഓടിക്കൂടി സാരി ഇവർക്ക് ഇട്ടുകൊടുത്ത് ഈ സാരിയിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടത്തി. പക്ഷേ ആ രക്ഷാപ്രവർത്തനം വിഫലമായി. 3 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഇവിടെ വലിയ പരിശ്രമം നടത്തി ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 1.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കിട്ടിയത്. ആദ്യം അനിൽകുമാറിന്റെ മൃതദേഹമാണ്. തുടർന്ന് സഹോദരപുത്രനായിട്ടുള്ള ഗൗതമിന്റെ മൃതദേഹം ലഭിച്ചു. അല്പസമയം മുമ്പ് മകൾ നിരഞ്ജനയുടെയും മൃതദേഹം ലഭിക്കുകയായിരുന്നു. ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയെന്ന് പറയാം. പമ്പാ നദിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ വെള്ളത്തിന്റെ അളവ് കുറവാണ്. പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ ഈ കയങ്ങൾ കൂടുതലായിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള ഈ നദിയുമായിട്ട് പരിചയമില്ലാത്ത ആളുകൾ ഈ പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണിത്. ഈ നദിയുമായിട്ട് പരിചയമില്ലാത്ത ആളുകൾ ഒഴുക്കിൽപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ധാരാളമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങനെയാണ് ഇവർ ഈ പരിചയമില്ലാത്ത ആളുകളാണ്. ഇവരെ ഈ പ്രദേശത്തൊന്നും കണ്ടിട്ടില്ല, സമീപ സമയങ്ങളിലൊന്നും കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വ്യക്തമാണ്. പത്തനംതിട്ട പമ്പാ നദിയിലാണ് ഒഴുക്കിൽപ്പെട്ട 3 മരണമുണ്ടായത്. റാന്നി ചന്തക്കടവിലാണ് അപകടം. പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, മകൾ നിരഞ്ജന, സഹോദരന്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത്.